ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഓണം എക്സാം മുൻനിർത്തി നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ വൈസ് ആയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ 5 ചാപ്റ്ററിൽ നിന്നാണ് ഇന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. 5 ചാപ്റ്റേഴ്സ് എടുക്കാൻ കാരണം ഫസ്റ്റ് മിഡ് ടേമിൻ്റെ ഒരു സിലബസ് പ്രകാരം 5-6 ചാപ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ സ്കൂളിലുള്ള 6 പാഠം കഴിഞ്ഞവരുണ്ട്, 7 പാഠം എത്തിയവരുണ്ട്, ചിലയിടത്ത് 3-4 നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 5 പാഠം നിങ്ങൾക്ക് എങ്ങനെയും എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ 5 പാഠത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയ കാര്യങ്ങളാണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സും C++ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്, C++ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ ടൈപ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ C++ൻ്റെ സ്ട്രക്ചർ, ഓപ്പറേറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫോർ ലൂപ്പ്, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെയിം പാഠം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സെക്കൻഡ് ഇയറിൽ നമുക്ക് 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഫൈനൽ എക്സാമിനുണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കണം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്പറേറ്റേഴ്സ്, ഇത് നിങ്ങളൊരു ഓർഡറിൽ പഠിക്കാം. എല്ലാത്തിൽ നിന്നും ഒരു 4-5 ഒക്കെ സെക്ഷൻസോളം പഠിക്കാം. എന്താണ് അത് എന്നുള്ളൊരു ഒറ്റ ലൈൻ പഠിച്ചാൽ മതിയാവും, അതിൻ്റെ സിൻടാക്സ് എഴുതാം. പിന്നെ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ വരാതിരിക്കില്ല. പ്രോഗ്രാമുകൾ 4-5 മാർക്കിന് നമുക്ക് ഉറപ്പാണ്. അപ്പം ആ 4-5 മാർക്കിൻ്റെ പ്രോഗ്രാം ഒഴികെ നമുക്ക് ഒന്നും കിട്ടില്ല എങ്കിലേ നമ്മൾ ആ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം. ഓക്കെ, ദെൻ ഫോർ ലൂപ്പ് എന്താണെന്ന് നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വരാറുണ്ട്. ഇവിടെ നിങ്ങൾ സിൻടാക്സുകളാണ് പഠിക്കേണ്ടത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ +1 പഠിച്ച അതേ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ അറേസ് ആണ്. അറേസിൽ നമുക്ക് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് അറേ, അത് ഡിക്ലെയർ ചെയ്യാൻ പഠിക്കണം. പിന്നെ അറേയുടെ സെക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ലതാണ്. ഫസ്റ്റത്തെ വാല്യൂ 0 ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ടോട്ടൽ ബൈറ്റ്സ് ഓഫ് എൻ അറേ, ഒരു അറേയുടെ ടോട്ടൽ ബൈറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ട് എങ്കിൽ ഡാറ്റ ടൈപ്പ് ഏതാണോ ആ ഡാറ്റ ടൈപ്പിൻ്റെ മെമ്മറിയും ഒപ്പം നമ്മുടെ അറേയുടെ മെമ്മറിയും നമ്മൾ ഇൻഡു ചെയ്തിട്ടുള്ളതായിരിക്കും. അത് ഇതുപോലെ നമുക്ക് അറിയണം. ദെൻ എന്താണ് അറേ ട്രാവേഴ്സൽ? അറേ ട്രാവേഴ്സൽ എന്താ, ഓരോ അറേകളും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നോക്കുക, ട്രാവൽ ചെയ്യുക. എല്ലാ അറേയുടെയും ഉള്ളിൽ പോയി ട്രാവൽ ചെയ്യുന്നതാണ് അറേ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാം ഒന്ന് ആക്സസബിൾ ആണോ എന്ന് നോക്കുന്നതിനാണ് അറേ ട്രാവേഴ്സൽ. 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ ടോപ്പിക്കുകളും തെറ്റാതെ. ചാപ്റ്റർ 3 ആണ്. ഇതോടെ ഫങ്ഷൻസ് ആണ്, നല്ല പോലെ പഠിക്കേണ്ട പാടാണ്. ഇവിടെ എനി ബിൽറ്റ് ഇൻ ഫങ്ഷൻ 3 എണ്ണെങ്കിലും നിങ്ങൾ അറിയണം. സ്ട്രിങ് ഫങ്ഷൻസ്, അതിൻ്റെ കോഡുകൾ, സ്ട്രിർലിൻ, strlen, strlength, അങ്ങനെ തുടങ്ങിയ സ്ട്രിങ് ഫങ്ഷൻസ് അറിയണം. മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അറിയണം, ആബ്സല്യൂട്ട്, ദെൻ സ്ക്വയർ, അങ്ങനെ തുടങ്ങിയ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അറിയണം. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫ് വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ക്യാരക്ടർ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവിധ ഫംഗ്ഷൻസും നമ്മളൊരു 3-4 ഫംഗ്ഷൻസ് അതെന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ സിൻടാക്സ് ജസ്റ്റ് 1 സെൻറ്റൻസ് ഇസ് ഓവർ. ഒരു സെൻറ്റൻസ് തന്നെ പഠിച്ചാൽ മതിയാവും, അല്ലാതെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ ചാപ്റ്റർ 4ലേക്ക് കിടക്കുമ്പോൾ നമ്മൾ HTML സെക്ഷനിലേക്ക് കിടക്കുകയാണ്. 10 മാർക്കിൻ്റെ വെയിറ്റേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 4ലെ സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജും നമ്മളെ ഡിഫറൻസ് പഠിക്കണം. ഒരു 4 സെൻറ്റൻസ് എങ്കിലും പഠിച്ചിരിക്കുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും നമ്മൾ ഡിഫറൻസ് പഠിച്ചിരിക്കണം. നമ്മൾ 4 സെൻറ്റൻസ് അവിടെ അറിഞ്ഞിരിക്കുക. എന്താണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്? സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, HTML നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കിയിട്ട് എഴുതുന്നതിനാണ് സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്. ആ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ജാവ സ്ക്രിപ്റ്റ് ഉണ്ട്, VB സ്ക്രിപ്റ്റ് ഉണ്ട്, PHP ഉണ്ട്, ASP ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ജാവ സ്ക്രിപ്റ്റ് എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു 2-3 സെൻറ്റൻസ് അറിഞ്ഞിരിക്കാം.
എന്താണ് CSS? അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞെടുക്കുക. കാസ്കാഡ് സ്റ്റൈലിംഗ് ഷീറ്റ്സ് എന്നാണ് നമ്മൾ അതിന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? സ്ക്രിപ്റ്റിൻ്റെ സെക്ഷനിലും HTML യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അതെന്താണെന്ന് പഠിച്ചിരിക്കാം. ദെൻ HTML കോഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, നല്ല എളുപ്പമാണ്. എന്താണ് HTML? ഹെഡ്, ടൈറ്റിൽ, ബോഡി, അതേപോലെ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ചെയ്ത് പിന്നെ അത് ക്ലോസ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ടാഗുകൾ ഏതാണ്? ബേസിക് ആയിട്ട് HTML യൂസ് ചെയ്യുന്ന ടാഗുകളുണ്ട്, ആ ടാഗുകൾ ഏതാണ്? അങ്ങനെ തുടങ്ങിയ ഡീറ്റെയിൽസ് ആയി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ ചാപ്റ്റർ 5ലേക്ക് കടക്കാണ്. HTML ചാപ്റ്റർ 4ന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ടാഗുകൾ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. 3 തരം ലിസ്റ്റുകളുണ്ട് HTML. ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഓർഡർ ലിസ്റ്റ്. ഇതിന്റെ ടാഗുകൾ പഠിക്കുക, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. ദെൻ URLന്റെ ഫുൾ ഫോം എന്താണ്? സംഭവം യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതിൻ്റെ സംഭവം പഠിക്കണം. 2 തരം URL കൊടുക്കണമെങ്കിൽ ഇന്റേണൽ ലിങ്ക് ഉണ്ട്, എക്സ്റ്റേണൽ ഫയൽ ലിങ്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ടേബിൾ ടാഗ്സ് ഇൻ HTML ടാബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ്സുകൾ ഏതൊക്കെയാണ്? ഫോം, HTML ഫോമുകളെ കുറിച്ച് പഠിക്കുക. ഫ്രെയിം ടാഗ് എന്തിനു യൂസ് ചെയ്യുന്നു? ഫോം ടാഗിൻ്റെയും ഫ്രെയിം ടാഗിൻ്റെയും ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഇതിൽ മിസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയ ടാഗുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബോഡി ടാഗിലൊക്കെ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കി ഓരോ ടാഗുകളും നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് എന്താണെന്നും ആ ടാഗ് ഏതാണെന്നും അറിഞ്ഞിരിക്കുക. പിന്നെ അത് ആ ഒരു ടാഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കണ്ടെയ്നർ ടാഗാണോ എംപ്റ്റി ടാഗാണെന്നും കൂടി എഴുതുക. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്ലോസിംഗ് ഉണ്ട്. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് മാത്രം കൊടുത്താൽ മതി, ക്ലോസിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ 5 പാഠത്തിൽ നിന്ന് ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് 1-2 സെന്റൻസ് ഓരോന്നിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക. ഡിഫറൻസ് പഠിക്കുമ്പോൾ 2 കോളം ഹെഡിങ്സ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡിഫറൻസ് അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 5 പാഠത്തിൽ നിന്ന് ഈ ടോപ്പിക്കുകളൊക്കെ വേഗം പോയിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എല്ലാം വലിച്ചു വാരി പഠിക്കാതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.